Welcome to online classes, English grammar, present continuous tense. Uses of present continuous tense. To express actions continuing at the time of speaking. To express future events already decided. To express temporary actions. To express actions continuing at the time of speaking. We use present continuous tense to express actions taking place at present. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുവാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്: രാജു ഈസ് സിംഗിങ്. രാജു ഇപ്പോൾ പാടുകയാണ്. റാണി ഈസ് റൈറ്റിംഗ്. റാണി ഇപ്പോൾ എഴുതുകയാണ്. ഹർഷ ഈസ് ഡാൻസിങ്. ഹർഷ ഇപ്പോൾ ഡാൻസ് ചെയ്യുകയാണ്. രാമു ഈസ് പ്ലേയിങ്. രാമു ഇപ്പോൾ കളിക്കുകയാണ്. ഐ ആം റീഡിംഗ്. ഞാൻ ഇപ്പോൾ വായിക്കുകയാണ്. വി ആർ വാക്കിംഗ്. ഞങ്ങൾ നടക്കുകയാണ്. യു ആർ പ്ലേയിങ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദേ ആർ പ്ലേയിങ്. അവർ കളിക്കുകയാണ്. ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ഇവന്റ്സ് already decided. Present continuous tense is used to talk about future events that have already been planned or decided. പ്ലാൻ ചെയ്തതോ നിശ്ചയിച്ചതോ ആയ ഭാവിയിലെ കാര്യങ്ങൾ പറയുവാനും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. എക്സാമ്പിൾസ്: The PM is arriving this evening. PM ഇന്ന് വൈകുന്നേരം എത്തും. We are organizing a tour next week. ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു ടൂർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. We are planning a meeting next week. ഞങ്ങൾ ഒരു മീറ്റിംഗ് അടുത്ത ആഴ്ചയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. I am going to Chennai next week. ഞാൻ അടുത്ത ആഴ്ച ചെന്നൈക്ക് പോവുകയാണ്. My uncle is arriving today. എൻ്റെ അങ്കിൾ ഇന്ന് എത്തും. We are having dinner in a hotel tonight. ഇന്ന് രാത്രി ഞങ്ങൾ ഡിന്നർ ഹോട്ടലിലാണ് കഴിക്കുന്നത്. I am planning to discontinue the practice from next Monday. ഞാൻ അടുത്ത മൺഡേ മുതൽ എൻ്റെ പ്രാക്ടീസ് നിർത്തുവാൻ പോകുകയാണ്. He is going to Chennai tomorrow. അയാൾ നാളെ ചെന്നൈയിലേക്ക് പോകുകയാണ്. He is joining the company next Monday. അയാൾ അടുത്ത മൺഡേ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യും. To express temporary actions. We use present continuous tense to express temporary actions. The actions may not be happening at the time of speaking. Temporary actions പറയുവാൻ present continuous tense ആണ് ഉപയോഗിക്കുന്നത്. ആ കാര്യങ്ങൾ അപ്പോൾ സംഭവിക്കണമെന്നില്ല. I am reading Wings of Fire. I have borrowed the book from the library. I have to return it next week. I am teaching English. Our English teacher is on leave for 2 months. Simple present tense and present continuous tense. We should clearly understand the difference between simple present tense and present continuous tense. We use simple present tense to express habitual or regular or repeating actions. We use present continuous tense to express actions taking place at the time of speaking. We use simple present tense to express habitual or regular or repeating actions. We use present continuous tense to express actions taking place at the time of speaking. Simple present tenseും present continuous tenseും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിയായി മനസ്സിലാക്കണം. സാധാരണ ചെയ്യുന്നതോ ആവർത്തിച്ച് ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ പറയുവാനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുവാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ്: ഐ റീഡ് ന്യൂസ് പേപ്പർ. ഞാൻ പത്രം വായിക്കാറുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ്: ഐ ആം റീഡിംഗ് ന്യൂസ് പേപ്പർ. ഞാൻ ഇപ്പോൾ പത്രം വായിക്കുകയാണ്. വി പ്ലേ. ഞങ്ങൾ കളിക്കാറുണ്ട്. വി ആർ പ്ലേയിങ്. ഞങ്ങൾ കളിക്കുകയാണ്. They watch TV. അവർ TV കാണാറുണ്ട്. They are watching TV.
അവർ ടി വി കാണുകയാണ്. ഐ ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പർ, ഞാൻ പത്രം വായിക്കാറില്ല. ഐ ആം നോട്ട് റീഡിംഗ് ന്യൂസ് പേപ്പർ, ഞാൻ പത്രം വായിക്കുകയല്ല. വി ഡോണ്ട് പ്ലേ, ഞങ്ങൾ കളിക്കാറില്ല. വി ആർ നോട്ട് പ്ലേയിങ്, ഞങ്ങൾ കളിക്കുകയല്ല. ദേ ഡോണ്ട് വാച്ച് ടി വി, അവർ ടി വി കാണാറില്ല. ദേ ആർ നോട്ട് വാച്ചിങ് ടി വി, അവർ ടി വി കാണുകയല്ല. ദിവ്യ ഡസൻ ഡു യോഗ, ദിവ്യ യോഗ ചെയ്യാറില്ല. ദിവ്യ ഈസ് നോട്ട് ഡൂയിങ് യോഗ, ദിവ്യ യോഗ ചെയ്യുകയല്ല. ഡു യു റീഡ് ന്യൂസ് പേപ്പർ, നീ പത്രം വായിക്കാറുണ്ടോ? ആർ യു റീഡിംഗ് ന്യൂസ് പേപ്പർ, നീ പത്രം വായിക്കുകയാണോ? ഡു ദേ വാച്ച് ടി വി, അവർ ടി വി കാണാറുണ്ടോ? ആർ ദേ വാച്ചിങ് ടി വി, അവർ ടി വി കാണുകയാണോ? ഡസ് ദിവ്യ പ്ലേ ചെസ്, ദിവ്യ ചെസ് കളിക്കാറുണ്ടോ? ഈസ് ദിവ്യ പ്ലേയിങ് ചെസ്, ദിവ്യ ചെസ് കളിക്കുകയാണോ? Formats. We use present participle of the verbs or V4 to form present continuous tense. Present participle or V4 is formed by adding ing to the base verbs. Positive sentences. We use the supporting verbs is, am or are to form positive sentences. Singular subject plus is plus V4. Plural subjects plus are plus V4. I plus am plus V4. Negative sentences. We use the supporting verbs is not, are not and am not to form negative sentences. Singular subject plus is not plus V4. Plural subject plus are not plus V4. I plus am not plus V4. Positive questions. We use a supporting verb is, am and are to form positive questions. Is plus singular subject plus V4. Are plus plural subject plus V4. Am plus I plus V4. Negative questions. We use the supporting verbs is not or isn't, am not or aren't, and are not or aren't to form negative questions. Is plus singular subject plus not plus V4. Are plus plural subject plus not plus V4. Am plus I plus not plus V4. Or isn't plus singular subject plus V4. Aren't plus plural subject plus V4. Aren't plus I plus V4. Thanks very much for watching this video. If you like this video, please like, share and subscribe to my channel. For more similar videos, you can visit my channel Chandran Chirag 5709. PDF files of these grammar lessons are available in the subfolder Grammar Malayalam. PDF files of objective type questions and answers are available in the subfolder Grammar Questions. The link has been given in the description box below. If you have any doubts, you can contact me on my WhatsApp number 9400184031. Thank you.